നമ്മളെന്താ ചെയ്യാൻ പോണേ? ഷൂട്ട്. സോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അല്ല, എന്റെ യൂട്യൂബ് ചാനൽ. എനിക്കിതിൽ പങ്കില്ല. സോ നമ്മൾ എന്തിനാണെന്ന് വന്നിരിക്കുന്നത്? ഇന്ന് 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 നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ വ്യത്യസ്തമായ ആരും ചെയ്യാത്തൊരു പരിപാടിയാണ്. യെസ്, ഇതുവരെ ആരും യൂട്യൂബിൽ ചെയ്യാത്ത ഒരു കിടിലം വീഡിയോ ആയിട്ടാണ്, കോൺസെപ്റ്റ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണ് കോൺസെപ്റ്റ്? പറഞ്ഞത് ഇയാളുടെ ചാനലല്ലേ? എന്റെ റൂം ടൂർ. ഫ്രഷ്. എന്നോട് കുറേ നാളായിട്ട് ഇൻസ്റ്റഗ്രാം DMലും NGLലും ഒക്കെ ആസ്മി ക്വസ്റ്റ്യൻ ഒക്കെ ഇടുമ്പോൾ ആൾക്കാർ വീടിന്റെ വീഡിയോ, ഞാൻ ഫോട്ടോസ് ഒക്കെ സ്റ്റോറി ഇടുമല്ലോ, അപ്പൊ പീപ്പിൾ യൂസ് ടു ആസ്ക് മീ ഹോം ടൂർ ചെയ്യാവോ എന്നിങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പോയിട്ട് എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ ഹൗസ് ടൂർ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു, ഓടിക്കോ, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ, എങ്കിൽ നമുക്ക് റൂം ടൂർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ നിതിൻശ്യാമം ഉണ്ടല്ലോ, നിതിൻശ്യാമം ഉള്ളതുകൊണ്ട് റൂം ടൂർ ചെയ്യാൻ എളുപ്പമാണ്. കാര്യം ഷൂട്ട് ചെയ്ത് തരാൻ ഒരാളുണ്ടല്ലോ. നമ്മൾ എന്ത് ചെയ്യും ഇന്ന്? റൂം ടൂർ. ആരുടെ റൂം ടൂർ? എന്റെ റൂം ടൂർ. ഐക്കിയിൽ പോയാൽ നമുക്ക് ഓരോ റൂമിന്റെ കോൺസെപ്റ്റ് കാണാൻ പറ്റുമല്ലോ, അതുപോലെയാണ് ജാമി നേട്ടം പോലെ. വീഡിയോ കാണുമ്പോൾ ആൾക്കാർ അതുപോലെ അല്ലാന്ന് പറയും. കാണുമ്പോൾ നമുക്ക് തോന്നും ആ കൊള്ളാന്ന്, പക്ഷെ അവിടെ ഇരിക്കാനോ അത് ഉപയോഗിക്കാനോ നമുക്ക് സാധിക്കില്ല. അങ്ങനെയല്ല, ഞാൻ ആ റൂം യൂസ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്റെ പ്രശ്നം, എനിക്ക് ഭയങ്കര വൃത്തിയെന്നല്ല, പക്ഷെ എനിക്കൊരു സാധനം എടുത്ത് തന്നെ വെക്കണം. ബാക്കിയുള്ള റൂമിലൊന്നും എനിക്കത് പ്രശ്നമല്ല. എന്റെ റൂമിൽ അങ്ങനെ ആയിരിക്കണം. എന്റെ റൂമിൽ ഞാൻ ഒരു സാധനം എടുത്ത് വെച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കണം. ഞാനും നിൻശ്യാമും തമ്മിൽ ആ റൂമിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടായിട്ടുള്ളത് നിൻശ്യാം കട്ടിലിരിക്കുന്നതും പിന്നെ എടുത്തൊരു സാധനം എടുത്തോടത്ത് വെക്കാത്തതുമാണ്. തോന്നുന്നു ഞാൻ LKGയിലോ എങ്ങാണ്ടോ പഠിക്കുമ്പോഴാണ് ആ വീട് വെക്കുന്നത്. അപ്പൊ അത്രയും പ്രായമുണ്ട് ആ വീടിന്. പണ്ടത്തെ വീടാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ റൂം ടൂർ. ആദ്യം ഞാൻ റൂം എവിടെയാണുള്ളത്, ഹൗസിൽ. ആ ഹൗസ് കാണിച്ചു തരാം. ഇതാണ് എന്റെ ഹൗസ്. കമാൺ. റൂം ടൂർ ആയതുകൊണ്ട് വീട് ഫുൾ കാണിച്ചു തരില്ല, നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നു. ഹോം ടൂർ ചെയ്യുമ്പോൾ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. കം. ഇതാരാ? നിങ്ങൾ കാലങ്ങളായി ചോദിച്ചു കൊണ്ടിരുന്ന എന്റെ സ്വന്തം റൂം ഇതാണ്. ഒരറ്റത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. ഈ കോർണറിലുള്ളതാണ് എന്റെ വാഷ്റൂം. ഇതെന്റെ ഒരു ജനൽ, ഇതെന്റെ ഒരു ടേബിൾ, അതെന്റെ ഒരു ബെഞ്ച്, പിന്നെ എന്റെ ചെരുപ്പ് സ്റ്റാൻഡ് ഉണ്ട്, എന്റെ വാർഡ്രോബ് ഉണ്ട്, എന്റെ വൈഫൈ ഉണ്ട്, ക്ലോക്ക് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ്, മൈ ബെഡ്. ഓൾസോ നമുക്കിനി ഞാൻ റൂമിന്റെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ. ആൻഡ് ദിസ് ഇസ് മൈ സ്റ്റഡി ടേബിൾ. ഈവൻ ദോ ഐ ഹാവ് എ സ്റ്റഡി ടേബിൾ, ഞാൻ ഇവിടെ ഇരുന്ന് പഠിക്കുന്നത് ഭയങ്കര കുറവാണ്. ഐ ഹാവ് എ സ്റ്റഡി ടേബിൾ വിച്ച് ഐ റയർലി യൂസ്. ഞാൻ കൂടുതൽ ഇങ്ങനെ സാധനമൊക്കെ വെക്കാൻ മാത്രമേ അത് യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ കൂടുതൽ സമയവും ബെഡിലിരുന്നാണ് പഠിക്കുന്നത്. അസൈൻമെന്റ് എഴുതുന്നതാണെങ്കിലും റിസർച്ച് വർക്ക് ചെയ്യുന്നതാണെങ്കിലും കോളേജിൽ പഠിക്കുമ്പോൾ എക്സാം സമയമൊക്കെ എനിക്ക് ബുക്ക് ഇങ്ങനെ നിരത്തിയിട്ട് പഠിക്കുന്നതാണ് ഇഷ്ടം. സോ ഞാൻ റൂമിൽ ഇരുന്നാണ് പഠിക്കാറ്, ബെഡിൽ ഇരുന്നാണ് പഠിക്കാറ്. ആൻഡ് ഇവിടെ കുറെ കുട്ടി കുട്ടി സാധനങ്ങളുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. വരും നിൻശ്യാം. ഈ കുട്ടി കുട്ടി സാധനങ്ങളിൽ ഈ ഇരിക്കുന്നത് ഞാനും നിൻശ്യാമുമാണ്. അതെനിക്ക് ഗുൽബോണ്ടേന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ്. അനിൽ ആന്റണി ഒന്നുമല്ല, താൻ. പിന്നെ ഇതൊക്കെ ഞാൻ പലയിടത്തുനിന്നായിട്ട് കളക്ട് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. ഇതൊക്കെ എൻ്റെ പുസ്തകങ്ങൾ, അതിൽ കുറേയൊക്കെ റിസർച്ച് സാധനങ്ങളാണ്. അവിടെ കുറേ ഫോട്ടോസ് ഉണ്ട് നമ്മുടെ. പിന്നെ അവിടെയൊക്കെ പണ്ട് ഞാൻ ഭയങ്കര കിടിലായിരുന്നപ്പോൾ എനിക്ക് കിട്ടി കുറേ അവാർഡ്സ്. പിന്നെ ഇതൊക്കെ എൻ്റെ റിസർച്ച് ബുക്സ് ആണ്. പിന്നെ ഇതെൻ്റെ സ്വന്തം ബുക്കാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ ജേർണൽസ് ആണ് ഈ ഇരിക്കുന്നതെല്ലാം. ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. ദിസ് ഇസ് മൈ സ്റ്റഡി ടേബിൾ. ആൻഡ് ഐ ഹാവ് എ ഫോട്ടോ വാൾ ഹിയർ. ഇവിടെ ഫുൾ നിൻശ്യാമിൻ്റെ എൻ്റെ ഫോട്ടോസ്. ഈ അറ്റത്ത് പണ്ടത്തെ ഞാനും ഇരിപ്പുണ്ട്. എങ്ങനെയുണ്ട്? ഹൗസ് മൈ റൂം. വൃത്തിയുണ്ടോ? വൃത്തിയുണ്ട്. നല്ല മുറിയല്ലേ? അതെ. ഇനി ഇതിനകത്ത് എന്താ പറയാനുള്ളത്? സോ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ പോകുന്നതാണ് എൻ്റെ മുറി. ടേബിളുണ്ട്, ചെയറുണ്ട്, ബെഡുണ്ട്, ഫോട്ടോസുണ്ട്, ബുക്സ് ഉണ്ട്, വാർഡ്രോബ് ഉണ്ട്, വൈഫൈ ഉണ്ട്. ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരു എക്സ്ട്രാ ഫാനുണ്ട്. പിന്നെ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന നിതിൻശ്യാമുണ്ട്. എന്ത് പറ്റി? അയ്യോ, ഉറങ്ങുവാന്ന്. ഹായ്. ഹലോ നിൻശ്യാം. ഹലോ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അതെ,
ബാക്കി സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലല്ലോ. ആകെ 96 പേരേ ഉള്ളൂ. അത് തന്നെ കാണുമെന്ന് കണ്ടറിയാം. ഇഷ്ടപ്പെട്ടോ എന്റെ മുറി? അറിയാലോ. ഈ ബാക്കി ഇരിക്കുന്നത് ആര് ഗിഫ്റ്റ് തന്നതാണെന്ന് അറിയാമോ? ഈ ഫോട്ടോസ് ആര് ഗിഫ്റ്റ് തന്നതെന്ന് അറിയില്ലേ? യെസ്, എന്നെ അറിയാന്നുള്ള എല്ലാവർക്കും അറിയാം. എന്റെ കൂടെ നടക്കുന്ന എന്റെ കൊച്ചിനെ അനഘ. റൂം ടൂർ ചെയ്ത് ക്ഷീണിച്ചിട്ട് നിമിഷം എനിക്ക് കട്ടൻ ചായ ഇട്ട് തരാൻ പോവാണ്. സോ ഐ ആം അറ്റ് മൈ അടുക്കള. No, I am not showing my home to these people. അടുക്കള അമ്മയുടെ പെർമിഷൻ ഇല്ലാതെ കാണിക്കാൻ പറ്റില്ല. അമ്മ അടിക്കും. പാത്രം എടുത്തു കൊടുത്തിട്ട് വീൽ കണ്ടിന്യൂ. ടൂർ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ ഒരാൾ നടന്നു വരുന്നു. എന്താണ് നിമിഷം കയ്യിൽ കട്ടൻ ചായ? ആർക്കാ? കുടിക്കും, എൻജോയ്. യെസ്, ഞാൻ ചായ കുടിക്കാറില്ല, കട്ടൻ ചായ കുടിക്കാറുള്ളൂ. സോ ദിസ് ഇസ് മൈ ഫേവറേറ്റ് കപ്പ്. ഇവിടെ എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിൽ കൂടുതലും മേളിലിരിക്കുന്നതൊക്കെ എൻ്റെ റിസർച്ച് നോട്ട്സ് ആണ്. ആ ബോക്സിൽ ഫുൾ ഹേസലിൻ്റെ സാധനങ്ങളാണ്. ഹേസലിൻ്റെ ബുക്ക് ഒക്കെയാണ്. ഈ മേളിലിരിക്കുന്നതൊക്കെ എൻ്റെ റിസർച്ച് നോട്ട്സും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഇതൊക്കെ ബുക്സ്, ഇത് അച്ഛൻ എഡിറ്റ് ചെയ്ത ബുക്സാണ്, ഈ സാഹിത്യ വാരഫലം എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ ഈ ഫയൽസ് മൊത്തം എൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളുടെ ക്യാമറ, പിന്നെ ഫോൺ വാങ്ങിയതിൻ്റെയൊക്കെ ബോക്സസ്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ആ കോർണറിൽ എൻ്റെ വാഷ്റൂം, അത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഫോട്ടോ. ഇവിടെ എനിക്കൊരു കുഞ്ഞ് ടേബിളുണ്ട്. വേറെ ഐ കീപ് മൈ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ചെറിയ മിറർ, എൻ്റെ പെർഫ്യൂംസ് അതൊക്കെയുണ്ട്. ആൻഡ് ഈ ടേബിളിൻ്റെ താഴെയാണ് എസെൻഷ്യൽസ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ ബെഞ്ചിലാണ് ഞാൻ എൻ്റെ ബാക്ക് പാക്കും ബാക്കി സാധനങ്ങളൊക്കെ വെക്കുക. ആൻഡ് ഈ ഫോട്ടോ ഈസ് വെരി സ്പെഷ്യൽ ടു മീ ബിക്കോസ് ഇത് ചേച്ചിയുടെ കല്യാണത്തിനെടുത്ത ഫോട്ടോ ആണ്. ആൻഡ് വൈ ദിസ് ഫോട്ടോ ഈസ് വെരി സ്പെഷ്യൽ ഇസ് ദാറ്റ് എനിക്ക് നിള, എൻ്റെ ബ്രാൻഡിൻ്റെ ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്ത നിള, ഞങ്ങളുടെ ഈ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ആദ്യമായിട്ട് വരച്ച് തന്നത് ഈ ഫോട്ടോ ആണ്. അങ്ങനെയാണ് ഞാനും നിളയും കോൺടാക്റ്റിലാവുന്നത്. ഓൾസോ ഈവൻ ദോ ഐ ഹാവ് എ സീലിംഗ് ഫാൻ ഹിയർ, ഇവിടെ ഒരു പെഡസ്റ്റൽ ഫാൻ കൂടി വെച്ചിട്ടുണ്ട് ബിക്കോസ് അത്രയ്ക്ക് ചൂടാണ് ഇവിടെ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഹിയർ ഐ ഹാവ് എ വിൻഡോ ആൻഡ് ഐ ഹാവ് എ ലോണ്ട്രി ബാസ്കറ്റ്, 2 ലോണ്ട്രി ബാസ്കറ്റ്സ് ആൻഡ് അനദർ ലോണ്ട്രി ബാസ്കറ്റ് ദെയർ. പിന്നെ എൻ്റെ വൈഫൈ, ഇതൊക്കെ എൻ്റെ പണ്ട് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴുള്ള ഫോട്ടോസാണ്. ഇത് എനിക്ക് കല്യാണത്തിന് ഞാൻ ഫോട്ടോ ജേർണലിസം പ്രസ് ക്ലബ്ബിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ പത്മനാഭപുരം പാലസിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ഷിലു ആണെന്ന് തോന്നുന്നു ഈ ഫോട്ടോ എടുത്തത്. സോ അതെനിക്ക് കല്യാണത്തിന് കിട്ടി. ആൻഡ് ദിസ് ഇസ് മൈ യൂണിവേഴ്സിറ്റി ID കാർഡ്, എൻ്റെ റിസർച്ച് ID കാർഡാണ് ഇത്. ആൻഡ് ഹിയർ ഐ ഹാവ് എ വാർഡ്രോബ് ആൻഡ് എൻ്റെ പെട്ടികൾ. ഞാൻ കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ ബാംഗ്ലൂർ, ട്രിവാൻഡ്രം, കൊച്ചിയൊക്കെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും എനിക്ക് പെട്ടി ആവശ്യമുണ്ട്. സോ ഇവിടെ എൻ്റെ പെട്ടി, എൻ്റെ ഹെൽമെറ്റ് ആൻഡ് ദിസ് ഇസ് മൈ ചെരുപ്പ് സ്റ്റാൻഡ്. ആൻഡ് വാതിലിൻ്റെ ബാക്കിൽ ആസ് യൂഷ്വൽ നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സൊക്കെ ഇടാനുള്ള സ്പേസ്. ആൻഡ് ഞാൻ ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് ഇൻ ദിസ് ബെഡ്റൂം. പിന്നെന്താണ്, പിന്നെ ഈ ഫോട്ടോ വാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ആൻഡ് ടേബിൾ ഞാൻ ഇരുന്ന് പഠിക്കാറില്ലെങ്കിൽ പോലും എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ ടേബിളിൽ ഈ കാണുന്നത് എന്നറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ഡൂമ, എൻ്റെ മിസ്സിങ് ആയ ക്യാറ്റിൻ്റെ കാൽപ്പാടാണ്. ഡൂമയുടെ കാൽപ്പാടിൻ്റെ കഥ ഇസ്, എനിക്കിതിനു മുമ്പ് വേറൊരു ടേബിളായിരുന്നു. അപ്പോൾ ആ ടേബിളിൽ എനിക്ക് വെച്ച് എഴുതാനൊക്കെ ബുദ്ധിമുട്ടാണ്. അച്ഛൻ മേഡ് ന്യൂ ടേബിൾ ഫോർ മീ. അപ്പോൾ ഈ ടേബിള് വന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കൺവെൻഷണൽ കളേഴ്സ് ഒന്നും വേണ്ട, ഐ വോണ്ടഡ് ടു ട്രൈ എ ഡിഫറെൻറ്റ് കളർ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ മാമനുണ്ട്, പുള്ളിക്കാരനാണ് ഞങ്ങൾക്ക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ വിജയമാമ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് ഏത് കളർ വേണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ എസ്തെറ്റിക്സ് വർക്ക് ചെയ്തത് ഈ കളറിലാണ്. അപ്പോൾ ഞാനും അച്ഛനും കൂടെ പോയിട്ട് 2 കളർ മിക്സ് ചെയ്തൊക്കെയാണ് ഈ കളറാക്കി നമ്മൾ എടുത്തത്. എന്നിട്ട് മാമൻ വന്നതൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ പെയിൻറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ടേ ഉള്ളൂ, ഒരു ദിവസം ഇരിക്കട്ടെ നമുക്ക് എന്നിട്ട് ടേബിൾ അകത്തെടുത്തിടാം. ഞാനിങ്ങനെ ഓക്കെ. പിറ്റേ ദിവസം ടേബിൾ എന്തായെന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ഈ പോപ്രിൻസ് ആണ്. അന്ന് ഡൂമ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ ഡൂമ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങളെല്ലാം അവിടെ നിന്ന് പോയപ്പോഴേക്കും മാഡം മണ്ണി ചവിട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് നടന്നു. അതോടെ എനിക്ക് പോപ്രിൻസ് കിട്ടി. ഓൾറെഡി പെയിൻറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞ് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇത് റീപെയിൻറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, നമ്മൾ ഉരച്ചാലൊന്നും അത് പോകത്തൊന്നുമില്ല. പിന്നെ ഈവൻ ഐ തോട്ട് ഡൂമ വാസ് എ വെരി 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 സ്പെഷ്യൽ പേഴ്സൺ ഇൻ എ ഫാമിലി. ഷീസ് ഫാമിലി, ഷീസ് സ്റ്റിൽ ഫാമിലി. സോ ഐ തോട്ട് എന്തിനാ അത് കളയുന്നത്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന്. ആൻഡ് അതെനിക്കൊരു വലിയ മെമ്മറി ആയിട്ട് ദാറ്റ് മെമ്മറി ഈസ് സ്റ്റിൽ ദെയർ വിത്ത് മീ. ഐ സ്റ്റിൽ ഫീൽ ഡൂമ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. സോ ഇതൊക്കെയാണ് ബേസിക്കലി എൻ്റെ റൂമിനകത്തുള്ളത്. അപ്പോൾ വലിയ സംഭവമൊന്നുമല്ല. കുറേ നാളെ നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ട് ഞാൻ റൂം ടൂർ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ യൂട്യൂബിൽ വീഡിയോ എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് ഇപ്പോഴും ഇത് എങ്ങനെ എടുക്കണം, ക്യാമറ എങ്ങനെ പിടിക്കണം,
ഫോൺ എങ്ങനെ പഠിക്കണം, ഫോൺ ക്യാമറയിൽ നോക്കണോ സ്ക്രീനിൽ നോക്കണമെന്നൊന്നും എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല. ഇന്നിപ്പോൾ ഇത് ചെയ്തത് തന്നെ നിതിൻ നാട്ടിലുള്ളത് കൊണ്ടാണ്. ഓറൽസ് ഐ വുഡ് ഹാവ് നെവർ ഡൺ ദിസ്. സോ സ്പെഷ്യൽ താങ്ക്സ് ടു മൈ ക്യാമറമാൻ ആസ് വെൽ. സോ ഞാൻ ഹോം ടൂർ ചെയ്യാം, പക്ഷെ എനിക്ക് കുറച്ച് സാവകാശം വേണം. ഞാൻ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് സ്ലോ ആണ്. ആൻഡ് സ്ലോയേക്കാൾ എനിക്ക് ഭയങ്കര മടിയാണ്. ദാറ്റ് ഈസ് വൈ ഐ ഹാവ് ബീൻ ലാഗിങ് ദിസ്. പിന്നെ എൻ്റെ കയ്യിൽ ക്യാമറ സ്റ്റാൻഡ് ഇല്ല. പിന്നെ കുറേ നേരം ഇങ്ങനെ ഫോൺ പിടിക്കുമ്പോൾ എനിക്ക് കൈവേദന എടുക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. ദാറ്റ് ഈസ് വൈ. പിന്നെ ഇനി എന്താ കാണിച്ചു തരാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നുമില്ല. മൈ റൂം ടൂർ ഇസ് ഡൺ ഗൈസ്. I hope you enjoyed the video. Thank you. Bye.